നമസ്കാരം. കാർമൽ കാം കളക്റ്റീവിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം റോസാപ്പൂതലങ്ങൾ നിറച്ച ഒരു പട്ടുമെത്തയല്ല എന്ന വാക്ക് നമുക്ക് ഏവർക്കും പരിചിതമാണ്. പക്ഷെ പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വാചകം നമ്മൾ മറന്നു പോകാറാണ് പതിവ്. അതെ, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം സെറ്റ് ബാക്ക് ആൻഡ് ബൗൺസ് ബാക്ക്, അതായത് തിരിച്ചടികളിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാം. നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതം പ്രതിബന്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും അപ്രതീക്ഷിത തിരിച്ചടികളുടെയും ആകത്തുകയാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ ഇത്തരം തിരിച്ചടികളിൽ പതറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറ്. തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കാതെ മരണത്തിൽ അഭയം പ്രാപിക്കുന്ന എത്രയോ പേരെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്കറിയാം. അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരുമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. വളർന്നു വരുന്ന തലമുറയെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതും തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാനുള്ള ചിന്തയിലേക്ക് അവർ വളരണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പാരൻറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് ജീവിതത്തിൽ സംഭവിക്കുന്ന തിരിച്ചടികളെ എങ്ങനെ ശാന്തമായി നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടും എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ അതിനുള്ള ആ ചിന്ത കുഞ്ഞുങ്ങളിൽ വേരാഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പാരൻറ്റിങ്ങാണ് നടത്തേണ്ടതും. നമുക്കറിയാം, ആഗ്രഹിച്ച കളിപ്പാട്ടം ലഭിക്കാതെ വരുമ്പോൾ, ഒരു മൊബൈൽ ഫോൺ കിട്ടാതെ വരുമ്പോൾ, ഏറ്റവും പുതിയ മോഡലിലുള്ള മോട്ടോർ സൈക്കിൾ വാങ്ങിക്കൊടുക്കില്ല എന്ന വിവരം അറിയുമ്പോൾ പോലും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മരണത്തിൽ അഭയം തേടുന്ന വാർത്തകൾ നമ്മളെ പല സമയത്തും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? തിരിച്ചടികളെ നേരിടാൻ സാധിക്കാത്ത രീതിയിൽ അവർ വളർന്നു വരുന്നത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിലൊരു പരിധിവരെ നമ്മൾ മുതിർന്നവർക്കും പങ്കില്ലേ? ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ അളവിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളോ ഒരു ചെറിയ വേദന പോലും താങ്ങാൻ പറ്റാതെ, ഒരു ചെറിയ തിരിച്ചടി പോലും താങ്ങാൻ സാധിക്കാതെ അവർ ജീവിതത്തിൽ പകച്ചു നിന്നു പോവുകയാണ്. ഈ ഒരു ചിന്താരീതിക്ക് മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മളൊരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സെറ്റ് ബാക്കുകളിൽ നിന്ന് ബൗൺസ് ബാക്ക് സാധിക്കുന്നു. അതായത് തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. തിരിച്ചടികൾ ഏതുമാവാം. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും അപ്രതീക്ഷിതമായി നമുക്ക് തിരിച്ചടികൾ നേരിടാം. ഓരോ തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് തിരിച്ചുവരവിനുള്ള സാധ്യത ഉണ്ടാവുന്നത്. തിരിച്ചടികളിൽ തോറ്റുപോവുകയല്ല മനുഷ്യൻ വേണ്ടത്. എങ്ങനെ ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ ഞാനെന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ നടപ്പിൽ വരുത്തേണ്ടത്. ഒരു സൊല്യൂഷൻ ചിലപ്പോൾ വർക്കൗട്ട് ആയില്ല എന്ന് പറയാം. അപ്പോഴാണ് നമ്മൾ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഓരോ തിരിച്ചടികൾക്കും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി ഉണ്ടാവും. മനുഷ്യനത് യഥാസമയം കണ്ടെത്താത്തതാണ് അവനതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാതെ അവൻ തിരിച്ചടികളിൽ തോറ്റുപോകുന്നത്. എന്തുമാവട്ടെ, ചിലപ്പോൾ റിലേഷൻഷിപ്പുകളിൽ വിള്ളലുണ്ടാകുന്നത് ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റാത്ത തിരിച്ചടിയായി മാറും. ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കാം. ചിലപ്പോൾ അസുഖങ്ങൾ വരുന്നത് നമ്മളെ അടപടലം നമ്മൾ പൊട്ടിത്തകർന്നു പോകുന്ന ഒരവസ്ഥയിലെത്താം. അതുപോലെ തന്നെ ഓരോ ചെറിയ 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 പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ 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 റിസൾട്ടുകളാണ് ഉണ്ടാക്കുന്നത്. വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പലപ്പോഴും എത്രയൊക്കെ ധൈര്യമുള്ള ഒരു വ്യക്തിയും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. പലപ്പോഴും എൻ്റെ അടുത്ത് സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇതൊക്കെ ഉപദേശിക്കാൻ കൊള്ളാം, പക്ഷേ ജീവിതത്തിലൊന്ന് വന്നു നോക്കണം, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കിതൊന്നും താങ്ങാൻ പറ്റില്ല. ശരിയാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി 100 പ്രതിസന്ധികൾ തരണം ചെയ്ത വ്യക്തികൾ തിരിച്ചു വന്നതിൻ്റെ വിജയഗാഥകളും നമുക്ക് പരിചയമുണ്ട്. എങ്ങനെയാണ് അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചത്? ഏത് ഘട്ടത്തിലൂടെ അവർ കടന്നു പോയിട്ടായിരിക്കും അവരൊരു വിജയിയെപ്പോലെ ജീവിതത്തിലെ എല്ലാ തിരിച്ചടികളെയും നേരിട്ട്
തിരിച്ചു വന്ന് നമ്മുടെ മുമ്പിൽ പുഞ്ചിരിയോടെ നിന്നിട്ടുണ്ടാവും. എന്തെല്ലാം ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ കൂടെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ടാവും. സാമൂഹികവും മാനസികവുമായ എത്ര പരീക്ഷകളെ അതിജീവിച്ചിട്ടായിരിക്കും ഒരു വ്യക്തി ബൗൺസ് ബാക്ക് എന്ന സ്റ്റേജിലെത്തിയിട്ടുണ്ടാകും. ആ കൃത്യമായ തിരിച്ചുവരവിലേക്കുള്ള പടവുകളെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, അല്ലെങ്കിൽ ഒരു സോഷ്യലി റെസ്പോൺസിബിളായ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയും അതാണ്. കാരണം വ്യക്തി ജീവിതമാണ്, അതിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷെ നാം നേരിടുന്ന പ്രശ്നത്തെ വളരെ സമചിത്തതയോടെ അപഗ്രഥിച്ച് എന്താണ് ഈ പ്രശ്നം, എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രശ്നം സംഭവിച്ചത്, ഇനി ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം, അതിന് ഞാൻ ഏതെല്ലാം വഴികളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചാൽ ഒരിക്കലും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കിട്ടാതിരിക്കുമ്പോഴോ, ഇഷ്ടപ്പെട്ട വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴോ, ഒരു മൊബൈൽ ഫോൺ ലഭിക്കാതെ വരുമ്പോഴോ അവരൊരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. യെസ്, ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം, ഈ പ്രശ്നത്തെ ഞാൻ നേരിടും, ഈ പ്രശ്നത്തെ മറികടന്നാൽ ഒരു പക്ഷേ ഇനി വരാനുള്ള എൻ്റെ ദിവസങ്ങൾ ഇത്തരം പരീക്ഷണങ്ങളുടേതായിരിക്കില്ല എന്ന് ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുമ്പോൾ, അത്തരം ഒരു ചിന്തയിലേക്ക് എത്താൻ അവരെ നമ്മൾ പ്രാപ്തരാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ച് പുറത്ത് കിടക്കുമ്പോഴാണ് മനുഷ്യനാകുന്നത്. അപ്പോഴാണ് മനുഷ്യൻ്റെ ചിന്ത കൂടുതൽ ആ ഒരു പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യാൻ പ്രാപ്തമാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചത്? ഒരു പക്ഷേ അതെൻ്റെ ധൂർത്ത സ്വഭാവം കൊണ്ടായിരിക്കും, ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ഞാൻ ചെലവ് ചെയ്തതുകൊണ്ടായിരിക്കാം. ആ പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴിയെക്കുറിച്ച് ചിന്തിക്കാനും ആ വ്യക്തിക്ക് സാധിക്കും. ഇതുതന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ചിലപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും, തോറ്റുപോയിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് ആ പരീക്ഷയെ കൃത്യമായ ധാരണയോടെ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വന്നത്? ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഞാൻ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയാതിരുന്നത്? എവിടെയെല്ലാമാണ് എനിക്ക് അശ്രദ്ധ സംഭവിച്ചത്? ഏതെല്ലാം പാഠഭാഗങ്ങൾ പഠിക്കുന്നതിലാണ് ഞാൻ പിറകിലേക്ക് പോയത്? അത്തരത്തിൽ ചിന്തിക്കാൻ ഒരു പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ കുട്ടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചുവരവിനുള്ള വഴി തേടുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തിക്ക് ഇത് സാധിക്കില്ല. കാരണം എന്താണ്? നിരന്തരം അത്തരം ചിന്തകളിൽ കൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ മാത്രമാണ് പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു രക്ഷിതാവ് അത്തരം കാര്യങ്ങളിലേക്ക് ആ വ്യക്തിയുടെ ചിന്തയെ കേന്ദ്രീകരിക്കുമ്പോൾ, ആ കുഞ്ഞിൻ്റെ ചിന്തയെ കേന്ദ്രീകരിക്കുമ്പോൾ പടിപടിയായി മാത്രം സാധിക്കുന്ന ഒന്നാണത്. പ്രതിസന്ധികൾ, എൻ്റെ കുഞ്ഞിനൊരു ചെറിയ ബുദ്ധിമുട്ട് പോലും ഇല്ലാതെയാണ് ഞാൻ വളർത്തുന്നത് എന്ന് പലപ്പോഴും മേനി പറയുന്ന രക്ഷിതാക്കളെ നമുക്കറിയാം. അങ്ങനെ വളർത്തിയ കുഞ്ഞിന് ഒരു നിമിഷം എന്നെ നഷ്ടപ്പെട്ടാൽ അടുത്ത നിമിഷം മുതൽ എൻ്റെ കുഞ്ഞ് എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് ആ രക്ഷിതാവ് ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ എന്തിനും ഏതിനും എൻ്റെ കുഞ്ഞിന് കരുതൽ നൽകുന്ന രക്ഷിതാവിനെ പൊടുന്നനെ നഷ്ടപ്പെട്ടാൽ ആ കുഞ്ഞിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരാം. ഒരു പക്ഷേ ആദ്യം മുതലേ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യട്ടെ, സ്വന്തം പാഠഭാഗങ്ങൾ സ്വയം പഠിച്ചു തീർക്കട്ടെ, ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ കുറേയൊക്കെ അവൻ തനിയെ ചെയ്തു തീർക്കട്ടെ എന്ന രീതിയിലാണ് ആ രക്ഷിതാവ് ആ കുഞ്ഞിനെ മോൾഡ് ചെയ്തിരുന്നതെങ്കിൽ അപ്രതീക്ഷിത വിയോഗങ്ങളിൽ ഒരു മനുഷ്യൻ അടിപടയില്ല. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്ന ക്രൈറ്റീരിയയിൽ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ ഒരു കുഞ്ഞിന് നമ്മൾ കൃത്യമായ ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് വാശി പിടിക്കാനോ കിട്ടാതെ വരുമ്പോൾ ഇല്ല, ഇതെൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല, എൻ്റെ പരിധിക്കും അപ്പുറത്തുള്ള ഒരു സ്വപ്നത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വേദനയുണ്ടായേക്കാം, ചിലപ്പോൾ ആ സ്വപ്നത്തിനെ ഞാൻ പരിത്യജിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ എനിക്ക് ഒരിക്കലും അത് ലഭിക്കാതെ വന്നേക്കാം എന്ന ചിന്തയിലേക്ക് കുട്ടി എത്തിപ്പെടും.
അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുഞ്ഞിന് തൻ്റെ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഒരിക്കലും നിരാശാബാധിതനായി മരണത്തിൽ അഭയം തേടേണ്ടതോ വിഷാദ രോഗിയാവേണ്ടി വരുന്നതോ കാണില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാമൂഹികമോ സാമ്പത്തികമോ വ്യക്തിപരമോ എന്തോ ആവട്ടെ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ ആ പ്രതിബന്ധങ്ങളെ സമചിത്തതയോടെ തരണം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് വ്യക്തമായ അടിത്തറ നൽകുക എന്നതാണ്. പലപ്പോഴും ബി കൂൾ എന്ന വാക്കിന് ഫാർ റീച്ചിങ് റിസൾട്ടാണ് ഉണ്ടാവുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ പാനിക് ആവുമ്പോഴാണ് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരുന്നത്. പ്രശ്നത്തിന് മുമ്പിൽ ശാന്തതയോടെ നിന്ന് യെസ്, ഞാൻ ഈ പ്രശ്നത്തിലാണ്, ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കേണ്ടത് എൻ്റെ അത്യാവശ്യമാണ്, അതിനുള്ള വഴിയാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അനാവശ്യമായ വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ സാധിച്ചവരെ നമുക്കറിയാം. അങ്ങനെ സാധിച്ചവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ വിജയത്തെക്കുറിച്ചും നമുക്കറിയാം. ഏതൊരു പ്രതിസന്ധിയിലും നിശ്ചയദാർഢ്യത്തോടെ ആ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം സ്വന്തം മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതും വളരെ പ്രാധാന്യമാണ്. ആ ഒരു ധൈര്യപൂർവ്വം ഏതൊരു പ്രശ്നത്തിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവ് ഒരു കുഞ്ഞിന് അവൻ വളരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അവിടെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും പ്രാധാന്യം. അച്ഛനും അമ്മയും മാത്രമല്ല, അവൻ്റെ കുഞ്ഞു ജീവിതത്തിൽ അവൻ ഇടപെടുന്ന ഏതൊരു വ്യക്തിയും ഈ രീതിയിലുള്ള ചൊല്ലുകളാണ് അവന് നൽകുന്നതെങ്കിൽ ഒരിക്കലും അവൻ പതറിപ്പോവാത്തൊരു വ്യക്തിയായി മാറും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഇത്തരം മൂല്യങ്ങളും പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊടുക്കുക എന്നതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ചിന്തിക്കുന്നതോടൊപ്പം സ്വപ്നങ്ങളെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമ്പോഴത്തെ വേദന എത്രമാത്രം ഉണ്ടാവും, ആ വേദനയ്ക്കപ്പുറം തന്നെ കാത്തിരിക്കുന്ന സന്തോഷങ്ങൾ എത്രമാത്രം ഉണ്ടാവും എന്ന് വിവേചിച്ചറിയാൻ കുട്ടിയെ പ്രാപ്തമാക്കേണ്ടതും ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അവിടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മക്കളുടെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചില നഷ്ടങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് സൂചന കൊടുക്കണം. ചില വിട്ടുവീഴ്ചകളെക്കുറിച്ച് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കാര്യവും പഠിപ്പിക്കാൻ സാധിക്കില്ല, വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കും. സ്വന്തം ചിന്തയിലൂടെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് ഓരോ പാഠങ്ങളും ഒരു വ്യക്തി സ്വായത്തമാക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിടത്താണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിജയം. തിരിച്ചടികൾ ഉണ്ടാവണം. നമുക്കറിയാം, ഒരു നദി എത്രയധികം പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ഒഴുകിയും ചെതറിയുമാണ് ഒരു സമുദ്രത്തിലെത്തുന്നത്. സമുദ്രത്തിലെത്തുന്നതിനിടയിൽ എത്രയോ തവണ ഒഴുക്ക് നിന്നു പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്. ആ നദി സമുദ്രത്തിലെത്താൻ എടുക്കുന്ന ആ പ്രയാണം തന്നെയാണ് ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും. അവിടെ തകർന്നു പോകുന്നവരാണ് പാതി വഴിയിൽ കളി നിർത്തി കരയ്ക്കിരിക്കുന്നവർ, അതായത് ആത്മഹത്യയിൽ അഭയം തേടുന്നവർ. സത്യത്തിൽ അതൊരു ധീരമായ നിലപാടാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിച്ച് ഞാൻ രക്ഷപ്പെടും എന്നതിൽ നിന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറ എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ധീരമായി ആ പ്രശ്നത്തെ നേരിടും, ധീരമായി നേരിട്ട് തന്നെ ഞാൻ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കും, അവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തെ വളരെ തന്ത്രപൂർവ്വം ഞാൻ ബിൽഡപ്പ് ചെയ്യും എന്ന ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് സെറ്റ് ബാക്കുകളിൽ നിന്ന് ബൗൺസ് ബാക്കുകളിലെത്താൻ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, ഒരു വിദ്യാർത്ഥിക്ക്, അവരാരുമാകട്ടെ ഇന്ന് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഓരോ ചുവടും വയ്ക്കാനാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, മുതിർന്ന തലമുറ എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മൾ, അതിനുള്ള കൈത്താങ്ങാണ് നമ്മുടെ പിൻതലമുറയ്ക്ക് നൽകേണ്ടത്. പലപ്പോഴും പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള എളുപ്പ വഴികൾ എവിടെയുമില്ല. സമചിത്തതയോടെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് വിദൂരതയിലുള്ള ഓരോ വഴികളും കണ്ടെത്തുന്നത്. അത്തരം വഴികൾ കണ്ടെത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ. അതിനവരെ നമുക്ക് കഴിയുന്ന രീതിയിൽ പ്രാപ്തരാക്കാം. അതുതന്നെയാവട്ടെ അവരുടെ ബൗൺസ് ബാക്കിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. മനസ്സിലോർക്കുക, സെറ്റ് ബാക്കുകൾ കോമൺ ആണ്, അതായത് തിരിച്ചടികൾ സർവ്വസാധാരണമാണ്. തിരിച്ചുവരവ്
അത്ര സാധാരണമല്ല. തിരിച്ചു വരാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ജീവിത വിജയി. ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.